ഓലക്കൊടി മീനുണ്ടല്ലോ, ഇതുപോലെ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളത് നല്ലെണ്ണയിൽ വറുത്തെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 10 വെളുത്തുള്ളി, അതേപോലെ തന്നെ വലിയൊരു പീസ് ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും കൂടെ അതുപോലെ ഒന്ന് കൊത്തി നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഫിഷ് മസാല ഉണ്ടല്ലോ, ഫിഷ് മസാല നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ഫിഷ് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊരു പച്ചമണം പോകുന്ന പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് 1 ഗ്ലാസ്സോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻ അച്ചാറാണ്. നമുക്ക് ഒരുപാട് നാൾ വർഷങ്ങളോളം തന്നെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ.